എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റീഡിംഗ് എന്ന് വെച്ചാൽ നിങ്ങളറിയാതെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഉണ്ടോ? നിങ്ങൾ വിചാരിക്കുന്ന ആൾ തന്നെയാണോ അത്? അവരെ പറ്റിയുള്ള ചെറിയ ക്ലൂസ്, നമുക്ക് പേരൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല, എന്നാൽ അവരുടെ സോഡിയാക്കോ അല്ലെങ്കിൽ അവരെ പറ്റിയുള്ള ചെറിയ ഡീറ്റെയിൽസ് എന്തെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഓർക്കുക, ഇത് ഒരു ജനറൽ ടൈംലെസ് കളക്റ്റീവ് റീഡിംഗ് ആണ്. നിങ്ങൾ ഏത് സമയത്ത് ഇത് കാണുന്നു നിങ്ങൾക്ക് ആ സമയത്ത് ഇത് റെസൊനേറ്റ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ എല്ലാവർക്കും റെസൊനേറ്റ് ചെയ്യണമെന്ന് നിർബന്ധവും ഇല്ല. എത്രത്തോളം റെസൊനേറ്റ് ചെയ്യുന്നു അത്രയും മാത്രം നിങ്ങൾ എടുക്കുക, ബാക്കി വിട്ട് കളയുക. ഓക്കെ, നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഡിവൈൻ, പ്ലീസ് ഗൈഡ് who is coming towards my viewers. Who is that one person who loves them secretly, who is coming towards them? എൻ്റെ വ്യൂവേഴ്സ് അറിയാതെ അവരെ സ്നേഹിക്കുന്ന ആ വ്യക്തി ആരാണ്? എൻ്റെ വ്യൂവേഴ്സ് ഉദ്ദേശിക്കുന്ന ആൾ തന്നെയാണോ? ആണെങ്കിൽ അത് ആരാണെന്നൊന്ന് കാണിച്ചു തരൂ. പ്ലീസ് ഗൈഡ്, പ്ലീസ് ഗൈഡ്. കാർഡ്സ് കാണാമല്ലോ. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നത് സ്റ്റാർ കാർഡാണ്. അതുകൊണ്ടാണ് ഞാനത് മറച്ചിട്ട്, ഞാൻ വേറൊരു കാർഡ് എടുത്തിട്ട് ഞാൻ മറച്ചിട്ട് വെച്ചിരിക്കുക കേട്ടോ. ഇത് സ്റ്റാർ കാർഡാണേ. ഓക്കെ, ഫസ്റ്റ് കാർഡ് വന്നിട്ട് ഏസ് ഓഫ് പെൻറ്റിക്കിൾസ്, 10 ഓഫ് കപ്സ്, 7 ഓഫ് വാൻഡ്സ്, 4 ഓഫ് പെൻറ്റിക്കിൾസ്, 5 ഓഫ് സ്വാർഡ്സ്, the Empress, the Chariot, 5 of Pentacles, and നേരത്തെ പറഞ്ഞ പോലെ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിട്ട് ദ സ്റ്റാർ. ഓക്കെ, അപ്പോൾ മേജറായിട്ട് ഒരുപാട് ആൾക്കാർക്ക് സോഡിയാക്ക് കാണുന്നത് ടോറസ്. നിങ്ങളുടെ പേഴ്സൺ ഒരു ടോറിയൻ ആയിരിക്കാം, ഒരു ടോറസ് സോഡിയാക്കുള്ള ഒരാളായിരിക്കണം. പിന്നെ അല്ലെങ്കിൽ മേജറായിട്ട് കാണുന്ന വേറൊരു സോഡിയാക്ക് എന്ന് പറയുന്നത് ക്യാൻസർ, കർക്കിടക രാശി. ടോറസ് പറയുമ്പോൾ ഋഷഭരാശി കേട്ടോ. ബാക്കി എനർജീസ് വന്നത് കുറേ പേർക്കെങ്കിലും ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, അതായത് ഋഷഭം, കന്നി, മകരം. കപ്സ് വെച്ചിട്ട് ക്യാൻസർ, സ്കോർപ്പിയോ, പൈസിസ്, കർക്കിടകം, വൃശ്ചികം, മീനം. വോൺസ് വെച്ചിട്ട് ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു. സ്പോട്സും ഉണ്ട്. ഓക്കെ, സ്പോട്സ് വെച്ചിട്ട് ലിബ്ര, ജെമിനായി, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം. പക്ഷേ ഏറ്റവും കൂടുതൽ പ്രബലമായിട്ട് കാണുന്നത് ടോറസും ക്യാൻസറുമാണ്. ഓക്കെ, കർക്കിടക രാശിയും ഋഷഭരാശിയുമാണ് കൂടുതൽ പേർക്കും കാണുന്നത്. ബോട്ടം ഓഫ് ദി ഡെക്കിൻ്റെ എനർജി വന്നിട്ട് സ്റ്റാർ പറയുമ്പോൾ നമുക്ക് അക്വേറിയസ്, കുംഭരാശിയും വളരെയധികം ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഏസ് ഓഫ് പെൻറ്റിക്കിൾസ് പറയുമ്പോൾ നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കം, ഒരു ന്യൂ പേഴ്സണാണ്. നിങ്ങൾക്ക് അധികം ഒരുപാട് നാളത്തെ പരിചയമൊന്നും ഉണ്ടാവില്ല. പുതിയതായിട്ട് നിങ്ങൾ പരിചയപ്പെട്ട ഒരാൾ, അവർക്ക് നിങ്ങളോട് ഒരു സ്ട്രോങ് അട്രാക്ഷൻ തോന്നുന്നുണ്ട്. അത് നിങ്ങളുടെ ടീമിൽ പുതിയതായിട്ട് ജോലി, കാരണം കരിയർ റിലേറ്റഡ് ആയിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ ജോലി സ്ഥലത്തോ മറ്റോ പുതിയതായിട്ട് ജോയിൻ ചെയ്ത ഒരാളായിരിക്കാം. ജോലി സംബന്ധമായി നിങ്ങൾ എവിടെയെങ്കിലും പോയപ്പോൾ പരിചയപ്പെട്ട ഒരാളായിരിക്കാം. ഒരു മീറ്റിങ്ങിനോ മറ്റോ പോയപ്പോൾ പരിചയപ്പെട്ട ഒരാളായിരിക്കാം. ജോലി സംബന്ധമായിട്ട്
പുതുതായി പരിചയപ്പെട്ട എന്നാണ് കാണുന്നത് നമുക്ക്. ഓക്കെ, പിന്നെ നിങ്ങളുടെ കുടുംബത്തിൽ തന്നെയുള്ള ആരെങ്കിലും ആയിരിക്കാം. ലോങ് എന്താ പറയുക, എക്സ്റ്റെൻഡഡ് ഫാമിലിയിലൊക്കെ ഉള്ള ആരെങ്കിലും, അതായത് നിങ്ങളുമായിട്ട് അട്രാക്റ്റഡ് ആയാൽ കുഴപ്പമില്ല എന്നുള്ള റിലേഷൻ. ഇപ്പോൾ മുറച്ചെറുക്കൻ മുറപ്പെണ്ണെന്നൊക്കെ പറയില്ലേ, അതുപോലെ സം ഡിസ്റ്റൻറ്റ് റിലേഷൻ. ഓക്കെ, നിങ്ങൾ ലോങ് ഡിസ്റ്റൻസിലായിരുന്നിരിക്കാം, ഒരു പക്ഷേ നാട്ടിലേക്ക് വന്ന സമയത്ത് പുറത്തെവിടെയെങ്കിലും ആയിരുന്നിരിക്കണം. നാട്ടിലേക്ക് വന്ന സമയത്ത് നിങ്ങളെ ആദ്യമായി കണ്ട് പരിചയപ്പെട്ട് അങ്ങനെ ഒരു അട്രാക്ഷൻ തോന്നിയതാവാനും സാധ്യതയുണ്ട്. ഇവർ ഒരു മാരീഡ് പേഴ്സൺ ആയിരിക്കാനും സാധ്യതയുണ്ട് കേട്ടോ, കാരണം ഒരു ഫാമിലി അവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് അതിനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. അടുത്തത് 7 ഓഫ് വാൻഡ്സ്. ആ കാർഡ് അവിടെ നിന്ന് നിൽക്കട്ടെ, കാരണം എനിക്ക് ക്ലാരിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുള്ളൂ. അതുപോലെ 4 ഓഫ് പെൻറ്റക്കിൾസ്. 4 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോൾ ഫൈനാൻസ് കൈകാര്യം ചെയ്യുന്ന ആരെങ്കിലും ആയിരിക്കും, ഒരു അക്കൗണ്ടൻറ്റോ അങ്ങനെ എന്തെങ്കിലും. അതായത് പൈസയോട് വളരെ അടുത്തിടപഴകുന്ന ഒരാൾ. നിങ്ങൾ ബാങ്കിൽ വല്ലതും പോയപ്പോൾ അവിടെ പരിചയപ്പെട്ടതോ അങ്ങനെയൊക്കെ ആവാം. എന്തോ ഫൈനാൻസ്, അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിലുള്ള ഒരു അക്കൗണ്ടൻറ്റോ. ഓക്കെ, അതായത് പൈസ കൊടുക്കൽ വാങ്ങലുണ്ട് നിങ്ങൾ തമ്മിൽ, അങ്ങനെ പരിചയപ്പെട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിയോ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ എന്തെങ്കിലും ഒരു കാര്യം പഠിക്കുന്നുണ്ട്, അതിന് നിങ്ങൾ പൈസ കൊടുക്കുമല്ലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പൈസ കൊടുത്ത് കിട്ടുന്ന ഒരു സർവീസ് തരുന്ന ഒരാൾ, അങ്ങനെയും ആവാം. കാരണം ഒരു ഫൈനാൻഷ്യൽ ലിങ്കാണ് അവിടെ കാണുന്നത്. അങ്ങനെ കുറേ പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ടൊരു ഫൈനാൻഷ്യൽ ഗിവ് ആൻഡ് ടേക്ക് അവിടെ നടന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയുള്ള ഒരാളായിരിക്കാനും സാധ്യതയുണ്ട്. അതേപോലെ 5 ഓഫ് സ്വാർട്സും അവിടെ നിന്ന് നിൽക്കട്ടെ, അതും എനിക്ക് ക്ലാരിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ എംപ്രസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വളരെയധികം ഇംപ്രസ്ഡ് ആണ് അവരുടെ അടുത്ത്. ഓക്കെ, അവരുടെ ഫിസിക്കൽ അപ്പിയറൻസ് ആയാലും അവരുടെ കഴിവായാലും അവരുടെ ഫീൽഡിൽ അവർ ഹാൻഡിൽ ചെയ്യുന്ന ഫീൽഡ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ അവർ വർക്ക് ചെയ്യുന്ന ഫീൽഡ് ഒരു കലാകാരനോ കലാകാരിയോ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേക ആയിട്ടൊരു ആർട്ടിലോ, അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു ഏരിയയിൽ അവർ കുറച്ച് പ്രബലമായിട്ട് വളരെ രസകരമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളായിരിക്കണം. ഫോർ എക്സാമ്പിൾ ഒരു ക്രിക്കറ്റർ. ഓക്കെ, അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരാളെന്നൊരു പബ്ലിക് ഫിഗർ എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് അവരുടെ ആ ഒരു കഴിവ്, നിങ്ങൾ പഠിക്കുന്ന കോളേജാണെന്ന് വിചാരിക്കുക, ആ കോളേജിലുള്ള ഒരു ആളുണ്ടായിരിക്കുമല്ലോ, നന്നായി പാടുന്ന ഒരാൾ, അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ കളിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ ഒരു മാർഷൽ ആർട്ട് നന്നായി ചെയ്യുന്ന ഒരാൾ, അല്ലെങ്കിൽ ഒരു മാജിക്കാണ് അവർ നന്നായി ചെയ്യുന്നു. ആ ആർട്ടിനോടുള്ള ആകർഷണം മൂലം നിങ്ങൾക്ക് ഇവരോടൊരു ആകർഷണം തോന്നിയിരിക്കാം. അതേപോലെ കാണാനും വളരെ അട്രാക്റ്റീവായിട്ട് ഉള്ള ഒരാളാണ്, പെരുമാറാൻ നന്നായി അറിയുന്ന ഒരാളാണ്, ഡിഗ്നിറ്റി വിട്ടുകൊടുക്കാതെ പെരുമാറുന്ന ഒരാളാണ്, ഒരുപാട് സെൽഫ് റെസ്പെക്റ്റ് ഉള്ള ഒരാളാണ്. ഓക്കെ, എന്ന് വെച്ചാൽ ടോറസിൻ്റേതായിട്ടുള്ള എല്ലാ ട്രെയ്റ്റ്സും ഉള്ള ഒരാളാണ്. പ്രഥമ ദൃഷ്ട്യ എല്ലാവർക്കും ഒരിഷ്ടം തോന്നും. അവരുടെ ലുക്സ് കൊണ്ട് മാത്രമല്ല ഞാൻ പറയുന്നത്, അവർ പെരുമാറുന്ന രീതി, ആളുകളോട് ഇടപെടുന്ന രീതി എല്ലാം വളരെ നല്ലതായിരിക്കണം. ഓക്കെ, ചാരിയറ്റ് പറയുമ്പോൾ നല്ല വിൽ പവറുള്ള, തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ള ഒരാളാണ്. ഒരു യൂണിഫോംഡ് ജോബ് ചെയ്യുന്ന ഒരാളായിരിക്കണം. നിങ്ങളുടെ ലൈഫിൽ ആലോചിച്ച് നോക്കൂ അങ്ങനെയാണോ എന്ന്. അതായത് ഒരു ഡോക്ടറായിരിക്കാം, ആർമി, നേവി, എയർഫോഴ്സ്, പോലീസ്, ഹോട്ടൽ മാനേജ്മെൻറ്റ്, ഈവൻ നേഴ്സ്, പിന്നെ ടീച്ചേഴ്സിനൊക്കെ ഇപ്പോൾ ചില സ്കൂളിലൊക്കെ യൂണിഫോം ഉള്ളതായിട്ട് എനിക്കറിയാം. അതേപോലെ വേറെ എന്താ, യൂണിഫോമുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റ് തൊഴിലുകൾ എന്തൊക്കെയാണ് അതൊക്കെ ആലോചിക്കുക. ഈവൻ ഒരു സ്പോർട്സ് ഫീൽഡിലൊക്കെ ഉള്ള, ഇപ്പോൾ ക്രിക്കറ്റാണ്, ഫുട്ബോളാണ്, അവർക്കൊക്കെ യൂണിഫോംസ് ഉണ്ടല്ലോ, അതുപോലുള്ളൊരു ജോബിൽ ഉള്ള ഒരാളായിരിക്കണം. ഫ്രീക്വൻ്റ് ആയിട്ട് ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്. ഓക്കെ, വന്നുപോയി ഇരിക്കുന്ന ഒരാളാണ്. ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് ജോബ് റിലേറ്റഡ് ആയിട്ട് അവർക്ക് ഒരുപാട് ട്രാവലിംഗ് ആവശ്യം വരുന്ന ഒരാളായിരിക്കണം. ഓക്കെ, നല്ല സ്ട്രോങ് ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ഒരാളാണ്. ഫിസിക്കലി നല്ല ഫിറ്റ് ആയിരിക്കണം, അത് ജിമ്മിലൊക്കെ പോകുന്ന, ഈവൻ നിങ്ങൾ പരിചയപ്പെട്ടത് ഒരു ജിമ്മിൽ വെച്ചിട്ടായിരിക്കാൻ കൂടി സാധ്യതയുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും വർക്കൗട്ട് രീതിയിൽ എന്തെങ്കിലും അവർ നിങ്ങളെ പഠിപ്പിച്ചിരിക്കാം,
ഒരു പക്ഷേ എന്തെങ്കിലും ഒരു യോഗ അങ്ങനത്തെ എന്തെങ്കിലും. ഓക്കെ, അതായത് ഫിസിക്കൽ ആക്ടിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തോ ഒരു കാര്യം നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളവരായിരിക്കും. അതിൻ്റെ ഗിവൺ ടേക്ക് ആയിരിക്കണം. അവിടെ ഫൈനാൻഷ്യൽ ഗിവൺ ടേക്ക് എന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് അങ്ങനെയുള്ളൊരു കാര്യം ഇവിടെ 4 ഓഫ് പെൻറ്റക്കിൾസിൽ വന്നിട്ടുണ്ട്. അതേപോലെ 5 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ളൊരു ഫിസിക്കൽ ഇഞ്ചറി പറ്റിയിട്ട് നിങ്ങൾ പരിചയപ്പെട്ടതായിരിക്കണം. 5 ഓഫ് പെൻറ്റക്കിൾസ് പറയുമ്പോൾ ഇവർക്ക് എന്തെങ്കിലും തരത്തിലുള്ളൊരു ഫിസിക്കൽ ഇഞ്ചറി പറ്റിയ സമയത്ത് നിങ്ങൾ പരിചയപ്പെട്ടതായിരിക്കാം. അതായത് നിങ്ങളൊരു ഡോക്ടറോ നേഴ്സോ ഒക്കെ ആണെങ്കിൽ ഒരു പക്ഷേ അവിടെ വെച്ച് ഒരു ഇഞ്ചറിയൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ പരിചയപ്പെട്ട ഒരു വ്യക്തി ആയിരിക്കണം. എന്നെ തുടർന്ന് നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടായി അങ്ങനെ ഒരു അട്രാക്ഷൻ അവർക്ക് നിങ്ങളോട് തോന്നിയതായിരിക്കാനും സാധ്യതയുണ്ട്. അവിടെയും ഫൈനാൻസ് ഗിവൺ ടേക്ക്, അതായത് നിങ്ങളൊരു സർവീസ് അവർക്ക് കൊടുത്തിട്ട് അവർ നിങ്ങളുമായിട്ടൊരു ഫൈനാൻഷ്യൽ ഗിവൺ ടേക്ക് നടന്നിട്ടുണ്ടെന്ന് തന്നെയാണ് അവിടെയും കാണുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് 7 ഓഫ് വോൺസും 5 ഓഫ് സ്വോർഡ്സും ഒന്ന് എനിക്ക് ക്ലാരിഫൈ ചെയ്യണം. പ്ലീസ് ക്ലാരിഫൈ. ഞാൻ എടുക്കുന്നില്ല, അത് ക്വസ്റ്റ്യൻ മുഴുവൻ ആക്കിയില്ലായിരുന്നു. ക്ലാരിഫൈ 7 ഓഫ് വോൺസ്, പ്ലീസ് ക്ലാരിഫൈ 7 ഓഫ് വോൺസ്, പ്ലീസ് ക്ലാരിഫൈ 7 ഓഫ് വോൺസ്. ക്വീൻ ഓഫ് വോൺസ്. ഞാൻ പറഞ്ഞ പോലെ വോൺസിൻ്റെ എനർജി തന്നെയാണ് അവിടെ റിപ്പീറ്റായിട്ട് വന്നത് കേട്ടോ. അതായത് ഏരീസ് ലിയോ സാജിറ്റേറിയസ് ആയിരിക്കാൻ സാധ്യതയുണ്ട്. ഏരീസ് ലിയോ സാജിറ്റേറിയസ് പറയുമ്പോൾ മേടം, ചിങ്ങം, ധനു. ഓക്കെ, ഈ പറഞ്ഞ പോലെ വളരെ അട്രാക്റ്റീവായിട്ടുള്ള ഒരു എംപ്രസൻ്റ് റെപ്പിറ്റേഷൻ എന്ന് തന്നെ പറയാം. വളരെ അട്രാക്റ്റീവായിട്ടുള്ള അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള, സാമാന്യം റിച്ചായിരിക്കും. ഓക്കെ, അങ്ങനെ ഒരു സ്വയം ജോലിയൊക്കെ ചെയ്ത് നല്ല സമ്പാദ്യമൊക്കെ ഉള്ള ഒരാൾ, ഒരു അതോറിറ്റേറ്റീവ് പ്ലേസിലൊക്കെ ഇരിക്കുന്ന നല്ല ജോലി ആയിരിക്കണം. ഓക്കെ, അവിടെ ക്വീനാണ് വന്നതെങ്കിലും അത് ആണോ പെണ്ണോ ആവാം കേട്ടോ. നമ്മൾ എനർജി മാത്രം എടുത്താൽ മതി. അതിൽ കൂടുതൽ നമുക്ക് നമ്മുടെ 4 ഓഫ് പെൻറ്റക്കിൾസും കൂടി നമുക്കൊന്ന് ക്ലാരിഫൈ 4 ഓഫ് പെൻറ്റക്കിൾസ്. ഏസ് ഓഫ് സ്വാർഡ്സ്. ഏസ് ഓഫ് സ്വാർഡ്സ് പറയുമ്പോൾ പുതുതായിട്ട് നിങ്ങൾ പരിചയപ്പെട്ട ഒരാളായിരിക്കണം, ഒരു ന്യൂ ബിഗിനിങ്. അതായത് പുതുതായിട്ട് നിങ്ങളൊരു അക്കൗണ്ട് തുടങ്ങുകയോ, ഫൈനാൻഷ്യൽ ഗിവൺ ടേക്ക് തീർച്ചയായിട്ടും ഉണ്ട് കേട്ടോ. അവിടെ വെച്ച് എന്തോ പരിചയപ്പെട്ടതാണ്. ലിബ്ര, ജെമിനി, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം. ഏസ് ഓഫ് സ്വാർഡ്സ് പറയുമ്പോൾ നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ് കൊടുത്തിട്ടുള്ള ഒരാളാണ്. ഇത് പുതുതായ ഒരു അക്കൗണ്ട് തുടങ്ങാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ പുതുതായിട്ട് എന്തെങ്കിലും ഒരു കാര്യം പഠിക്കാൻ പോയിട്ടുണ്ടാവും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ ആരെങ്കിലും പുതുതായിട്ട് എന്തെങ്കിലും പഠിക്കാൻ ഒരു ഇതിലേക്ക് പോയിട്ടുണ്ടാവും. അവിടെ വെച്ച് ഇവരെ പരിചയപ്പെട്ടതായിരിക്കാനും സാധ്യതയുണ്ട്. അത് പഠിപ്പിക്കുന്നത് ഇവരായിരിക്കാൻ സാധ്യതയുണ്ട്. കാരണം അവരുമായിട്ടൊരു ഫൈനാൻഷ്യൽ ഗിവൺ ടേക്ക് അവിടെ കാണുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ആയിരിക്കാൻ സാധ്യതയുണ്ട്. ക്ലാരിഫൈ 5 ഓഫ് സ്വാർഡ്സ്. ക്ലാരിഫൈ 5 ഓഫ് സ്വാർഡ്സ്. ജഡ്ജ്മെൻറ്റിൻ്റെ കാർഡ് കാണിക്കാൻ പറ്റും, ഞാൻ അടിയിലേക്ക് വെക്കാം കേട്ടോ. അതായത് നിങ്ങളുമായിട്ട് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ള ഒരാളാണ് കേട്ടോ. ജഡ്ജ്മെൻ്റ് ഒരു മേജർ അർക്കാന കാർഡാണ്. ജഡ്ജ്മെൻറ്റ് വെച്ചിട്ട് നമുക്ക് വരുന്ന സോഡിയാക്ക് എന്ന് പറയുന്നത് ലിബ്ര, തുലാരാശിയിൽ ഉള്ള ആളായിരിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, എന്ന് വെച്ചാൽ കുറച്ച് റിലീജിയസ് ആയിട്ടുള്ള ആളാണ്. നിങ്ങളൊരു പതിവായിട്ട് അമ്പലത്തിലോ പള്ളിയിലോ ഒക്കെ പോകുമ്പോൾ അവിടെ വെച്ച് കണ്ട് പരിചയപ്പെട്ട് എന്ന് വെച്ചാൽ ഡെയിലി കാണാറുണ്ട്. അങ്ങനെ ഒരു അട്രാക്ഷൻ തോന്നിയിട്ട് നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും, അല്ലെങ്കിൽ ഒരു സത്സംഗം ഗ്രൂപ്പ് എന്നൊക്കെ പറയില്ലേ, ഒരു ഗ്രൂപ്പ് പ്രെയറിൻ്റെ ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടെങ്കിൽ അവിടെ വെച്ചിട്ട് നിങ്ങൾ തമ്മിൽ കണ്ട് പരിചയപ്പെട്ട് അങ്ങനെ മുന്നോട്ട് പോയതായിരിക്കാനും സാധ്യതയുണ്ട്. ക്ലാരിഫൈ 5 ഓഫ് പെൻറ്റക്കിൾസ്. ക്ലാരിഫൈ 5 ഓഫ് പെൻറ്റക്കിൾസ്. ക്ലാരിഫൈ 5 ഓഫ് പെൻറ്റക്കിൾസ്. ഇന്ന് കുറച്ച് പുറത്ത് ബഹളം കൂടുതൽ കേൾക്കുന്നുണ്ടാവുന്ന വീക്കെൻഡാണ്. അത് കാരണം
ആൾക്കാർ ചുറ്റിനും ആൾക്കാർ വീട്ടിലുണ്ട് ഇന്ന്. അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കും വരവൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഹൈ പ്രീസ്റ്റസ്. ഹൈ പ്രീസ്റ്റസ് പറയുമ്പോൾ ഇവരും കുറച്ച് സ്പിരിച്വലായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. ഓക്കെ. അതുപോലെ ആസ്ട്രോളജി, ടാരോ ഇതിലൊക്കെ കുറച്ച് താല്പര്യം കാണിക്കുന്ന ഒരാളായിരിക്കണം. ഒരു കോമൺ ഇൻട്രസ്റ്റ് നിങ്ങളുടെ ഇടയിലുണ്ട്. ഓക്കെ. നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാറുണ്ടായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ടാരോ റീഡിങ് റിലേറ്റഡ് ആയിട്ട് ഇവരെ കോണ്ടാക്ട് ചെയ്തിരിക്കാം. ഫ്രീക്വൻ്റ് ആയിട്ട് കോണ്ടാക്ട് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ ഒരു ഇഷ്ടം തോന്നിയതായിരിക്കാം നിങ്ങളോട്. കാരണം നിങ്ങളെ ഹ്യൂജ് റെസ്പെക്റ്റാണ്. ഓക്കെ. ഈ ആൾ കുറച്ച് സ്പിരിച്വലാണ്. ഓക്കെ. സ്പിരിച്വലി റിലേറ്റഡ് നിങ്ങളുടെ അടുത്ത് നിന്ന് ഉപദേശങ്ങൾ എടുക്കാറുണ്ടായിരിക്കാം. അങ്ങനെ നിങ്ങളോട് ഒരു ആരാധന തോന്നിയിട്ട് നിങ്ങളുമായിട്ട് റിലേറ്റഡ് ആവാനും സാധ്യതയുണ്ട്. ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജി വെച്ചിട്ട് നമുക്ക് പൈസീസാണ്, മീനരാശിക്കാർ ആയിരിക്കാനും സാധ്യതയുണ്ട് കേട്ടോ. ഇപ്പോൾ എല്ലാ ടാരോ റീഡേഴ്സും ഫീമെയിൽസ് ആവണം എന്ന് നിർബന്ധമില്ല. എനിക്കറിയാവുന്ന ഒരുപാട് ടാരോ റീഡേഴ്സ് ഉണ്ട് മെയിലായിട്ടുള്ള. ഓക്കെ. അപ്പോൾ മെയിലായിട്ടും ഫീമെയിലായിട്ടും നമുക്കിത് എടുക്കാവുന്നതാണ്. ടാരോ റീഡിങ് നുള്ള ഉപദേശം എടുക്കുന്നത് കൊണ്ടുള്ള ഒരു ഫൈനാൻഷ്യൽ ഗിവ് ആൻഡ് ടേക്ക് ആയിരിക്കണം നിങ്ങൾക്കിവിടെ ഉണ്ടായിരുന്നിരിക്കുക. ഓക്കെ. അതും ഉണ്ടായിരിക്കാം. പിന്നെ സ്റ്റാർ കാർഡ് വീണ്ടും ഞാൻ പറയുന്നു, കുറച്ച് സ്പിരിച്വലി ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരാളാണ്. വളരെ ഇമോഷണലായിട്ട് കാര്യങ്ങൾ ഡീലൊക്കെ ചെയ്യുന്ന ഒരാളായിരിക്കണം. പക്ഷെ ഒരുപാട് പോസിറ്റിവിറ്റി, കാരണം നിങ്ങൾക്ക് അവരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ തന്നെ വളരെ പോസിറ്റിവിറ്റി ഫീൽ ചെയ്യും. ഇതുപോലെ ഹാപ്പി ആയിട്ടിരിക്കാൻ നമുക്ക് സാധിച്ചിരുന്നെങ്കിൽ എന്ന് തോന്നിക്കുന്ന ഒരു ആൾ. ഓക്കെ. ഞാൻ ആ കാർഡൊന്ന് ക്ലാരിഫൈ ചെയ്യാം. ഓക്കെ. ക്ലാരിഫൈ ദ സ്റ്റാർ. ദ ഹാങ്ഡ് മാൻ എന്ന് വെച്ചാൽ നിങ്ങളുടെ ചിന്തകളെ മാറ്റിമറിച്ച ഒരാളാണ്. അതായത് നിങ്ങൾ ജീവിതത്തിൽ ഒരു സ്റ്റക്ക് സിറ്റുവേഷനിൽ നിന്നപ്പോൾ നിങ്ങളുടെ ചിന്തകളെ മാറ്റിമറിച്ച് നിങ്ങളെ ഒരു ഹോപ്പ് നിങ്ങൾക്ക് ജീവിതത്തിൽ കാണിച്ചു തന്നിട്ടുള്ള ഒരാൾ, നിങ്ങളുടെ ഒരു ബെസ്റ്റ് അഡ്വൈസർ. ഓക്കെ. വളരെ നിങ്ങൾ ഇമോഷണൽ ടെർമോയിലിൽ കൂടി പോയിക്കൊണ്ടിരുന്നപ്പോൾ, കാരണം ആടി ഉലഞ്ഞ് ഇരിക്കുന്ന ഒരു സമയത്ത് ഇവർ വന്നിട്ട് നിങ്ങൾക്ക് ഒരു ശരിയായ ദിശ കാണിച്ചു തന്നു. അങ്ങനെ നിങ്ങൾ ഫ്രീക്വൻ്റ് ആയിട്ട് കോണ്ടാക്റ്റിൽ ഉണ്ടായിരുന്നിരിക്കണം. അങ്ങനെ തോന്നിയ ഒരു അട്രാക്ഷനുമായിരിക്കാൻ സാധ്യതയുണ്ട്. ഏസ് ഓഫ് പെൻറ്റക്കിൾസും 10 ഓഫ് കപ്സും കൂടെ ഞാനൊന്ന് ക്ലാരിഫൈ ചെയ്തേക്കാം. എന്തായാലും ക്ലാരിഫൈ ഏസ് ഓഫ് പെൻറ്റക്കിൾസ്. അത് ക്ലാരിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല, എന്നാലും ദ ഡെത്ത്, ഒരു ന്യൂ ബിഗിനിങ്. ഏസ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്ന ഒരു ന്യൂ ബിഗിനിങ് തന്നെയാണ്. ഒരു എക്സിസ്റ്റിംഗ് സിറ്റുവേഷനിൽ നിന്ന് ക്ലോഷർ കിട്ടിയിട്ട് നിങ്ങളൊരു പുതിയ തുടക്കത്തിലേക്ക് പോയി എന്നാണ് കാണിക്കുന്നത്. ഒരു കരിയർ മാറ്റമോ എന്തെങ്കിലും ഉണ്ടായിരുന്നിട്ടുണ്ടാവും അവിടെ. അങ്ങനെ ഒരു ന്യൂ ബിഗിനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നിങ്ങൾ ഇവരെ പരിചയപ്പെട്ടത്. അത് തന്നെയാണ് ഏസ് ഓഫ് പെൻറ്റക്കിൾസും ഞാൻ പറഞ്ഞത് അല്ലേ. 10 ഓഫ് കപ്സ്. ക്ലാരിഫൈ 10 ഓഫ് കപ്സ്. 2 ഓഫ് കപ്സ്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ഫാമിലി തന്നെ ഉള്ള ഒരാളാണ്. നിങ്ങൾ ദൂരെ ആയിരുന്നിരിക്കണം. അതൊരു റീയൂണിയൻ നടന്ന സമയത്ത്, ഒരു ഫാമിലി റീയൂണിയൻ എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ബന്ധപ്പെട്ട് വന്ന സമയത്ത്, അത് ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, നിങ്ങൾ ദൂരെ ദിശയിലായിരുന്നിരിക്കണം. ഇപ്പോൾ ഒരുമിച്ച് വന്ന സമയത്ത് കണ്ട് പരിചയപ്പെട്ട് ഒരു റിലേഷൻ ആയതായിരിക്കും എന്ന്. അത് തന്നെയാണ് അത് കൺഫേം ചെയ്യുന്നത്. 2 ഓഫ് കപ്സ്. നിങ്ങൾ ഒരു സെപ്പറേറ്റഡ് ആയിരുന്നു, അവിടെ വെച്ചിട്ട് ഇവിടെ ഫാമിലി, അവർ എബ്രോഡായിരിക്കാം, നിങ്ങൾ എബ്രോഡായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ നാട്ടിൽ വന്ന സമയത്തോ അവർ നാട്ടിൽ വന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ഫാമിലി റിയൂണിയൻ, നാട്ടിൽ തന്നെയാണ്, സ്കാറ്റേർഡായിട്ട് അവിടെ ഇവിടെ ആയിട്ടാണ്, ഒരു ഫാമിലി ഗെറ്റ് ടുഗദറൊക്കെ വന്ന സമയത്ത് നിങ്ങൾ വീണ്ടും കണ്ടുമുട്ടി ആ ഒരു സ്പാർക്ക് ഉണ്ടായി. അങ്ങനെ നമുക്ക് എടുക്കാം. ക്ലാരിഫൈ ദി എംപ്രസ്. ഇതിനൊന്നും ക്ലാരിഫിക്കേഷൻ ആവശ്യമില്ല, ശരിക്കും, കാരണം മേജർ അർക്കാന കാർഡ്സ് ആണ്. എന്നാലും നൈറ്റ് ഓഫ് വാൻഡ്സ്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ആര് കണ്ടാലും നിങ്ങളുമായിട്ട് അട്രാക്റ്റഡ് ആവുന്ന, നിങ്ങളുമായിട്ടല്ല അവരുമായിട്ട്, അവരുടെ അടുത്ത് അട്രാക്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യും.
അത്രയ്ക്ക് പാഷനേറ്റ് ആയിട്ടുള്ള എന്ത് ചെയ്യുമ്പോഴും ഫുൾ പാഷനോടുകൂടി ചെയ്യുന്ന ഒരാളാണ്. അല്ല സാമട്ടിലുള്ള ഒരാളല്ല, ലേസി അല്ല പറഞ്ഞാൽ മനസ്സിലായോ. എന്ത് കാര്യം ചെയ്യുമ്പോഴും ഒരു കാര്യം തുടങ്ങിയാൽ അതിനെപ്പറ്റി നല്ലോണം ആലോചിച്ചിട്ട് മാത്രം ചെയ്യുന്ന പാഷനേറ്റ് ആയിട്ട്, പക്ഷേ ആക്ഷൻ ഓറിയൻറ്റഡ് ആണ്. നൈറ്റ് ഓഫ് വോൺസ് എന്ന് പറയുമ്പോൾ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് വെച്ചോണ്ടിരിക്കില്ല, ഉടനെ ആക്ഷനിൽ എടുക്കുന്ന ഒരാൾ. അത് തന്നെയാണ് എംപ്രസിൻ്റെ എനർജിയും. ആക്റ്റീവാണ് ആൾ. ഓക്കെ, ആക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്ത് എല്ലാവരെയും ആകർഷിച്ച് വളരെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണ്. അതുപോലെ ചാരിയറ്റ്, ലാസ്റ്റ് കാർഡ് ചാരിയറ്റ്. ആക്ച്വലി ബോട്ടം ഓഫ് ദി ഡെക്കാണ് ലാസ്റ്റിൽ ക്ലാരിഫൈ ചെയ്യേണ്ടത്. എനിക്കെന്തോ തോന്നി ബാക്കിയുള്ള കാർഡ്സും കൂടെ ക്ലാരിഫൈ ചെയ്യണമെന്ന്. യാത്രകൾ മൂലം കുറച്ച് സ്ട്രെസ്സ് അനുഭവിക്കുന്ന ഒരാളാണ് കേട്ടോ. ജോലി സംബന്ധമായിട്ട് കുറച്ച് സ്ട്രെസ്സ് ഒക്കെ ഉള്ള ഒരാളാണ്. കാരണം അത്രയ്ക്ക് ചുമതലകളുള്ള ഒരു ജോലി ഉള്ള ഒരാളാണ്. അതിൻ്റെ വേണ്ടി സ്ട്രെസ്സൊക്കെ അനുഭവിക്കുന്നുണ്ട്. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നിങ്ങളെ ഒന്ന് കണ്ടിരിക്കാം. അതായത് നിങ്ങളൊരു, അല്ലെങ്കിൽ അവരൊരു ഡോക്ടറാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു ഡോക്ടറാണ്. അപ്പോൾ ഈ ഒരു സ്ട്രെസ്സ് സംബന്ധമായിട്ട് വല്ലതും നിങ്ങൾ തമ്മിൽ കണ്ട് നിങ്ങളൊരു ചികിത്സ കൊടുക്കുക, അവരൊരു ചികിത്സ കൊടുക്കുകയോ, അല്ലെങ്കിൽ ഒരു കൗൺസിലറാണ് നിങ്ങൾ, ഈ സൈക്കാട്രി റിലേറ്റഡ് അങ്ങനത്തെയൊക്കെ ഉള്ളൊരു ഇത് വരുന്ന സമയത്ത് നിങ്ങളൊരു ഹെൽപ്പ് അവർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതൊരു സ്ട്രെസ്സിൻ്റെ കാർഡാണത്, ഉറക്കമില്ലായ്മ അങ്ങനത്തെയൊക്കെ ഉള്ളൊരു കാർഡാണ്. ഓക്കെ, അത് ഇറ്റ്സ് ഓക്കെ. കാരണം നിങ്ങൾ എങ്ങനെ റിലേറ്റഡ് ആയി എന്നുള്ളതാണ് നമ്മളവിടെ നോക്കുന്നത്. നിങ്ങൾ എന്തോ ഒരു സർവീസ് അവർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അതായത് ചികിത്സാ സംബന്ധമായിട്ട്. യൂണിഫോംഡ് ജോബ് എന്ന് നമ്മൾ പറയുന്നുണ്ട്. അതേപോലെ വേറെ എന്തെങ്കിലും കാര്യം, ഒരു തെഫ്റ്റ് വീട്ടിൽ നടന്നു, അതിനെപ്പറ്റി ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ നിങ്ങളൊരു പോലീസാണ്, അല്ലെങ്കിൽ അവരൊരു പോലീസാണ്, നിങ്ങൾ തമ്മിൽ കോണ്ടാക്റ്റിൽ വന്നു, അങ്ങനെ ആവാം. അങ്ങനെ പല പല സിനാറിയോസാണ്. ഓക്കെ, അതുപോലെ നിങ്ങളുടെ കുട്ടിയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ ആരുടെയെങ്കിലും പഠിത്തം സംബന്ധമായിട്ട് സ്ട്രെസ്സിലിരിക്കുകയായിരുന്നു. അവരൊരു ടീച്ചറാണ്, നിങ്ങളൊരു ടീച്ചറാണ്, നിങ്ങൾ തമ്മിൽ കോണ്ടാക്റ്റ് ചെയ്തു. ഓക്കെ, അങ്ങനെ അതും ആവാം. അങ്ങനെ ഓരോ സിനാറിയോ അനുസരിച്ച് നമ്മൾ എടുത്തോളുക. അദ്ദേഹം യൂണിഫോംഡ് ജോബിലുള്ള ഒരു വ്യക്തിയാണ്, നിങ്ങൾ ഇവരുടെ സർവീസ് കൈപ്പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് അവിടെ കാര്യം. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നിങ്ങളുടെ പേഴ്സണെ പറ്റിയിട്ടുള്ള ഒരു ഏകദേശ വിവരം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ റീഡിങ് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ദയവേത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഞാനും നിങ്ങളുമായിട്ടുള്ള ലിങ്ക് ഈ ചാനലാണ്. അപ്പോൾ കൂടുതൽ ആക്യുറേറ്റായിട്ട് നിങ്ങളുടെ എനർജിയും നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയും എനിക്ക് കണക്ട് ചെയ്യാൻ സാധിക്കണമെങ്കിൽ നിങ്ങൾക്ക് ചാനലുമായിട്ട് ഒരു ലിങ്കേജ് വേണം. അത് സബ്സ്ക്രിപ്ഷന് ത്രൂ കൂടി മാത്രമേ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അതൊന്ന് ചെയ്തേക്കുക. ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അതും കൂടി കണ്ടോളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫായിട്ടും ഇരിക്കുക. താമസിയാതെ തന്നെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് കാണാം. ഓക്കെ, ബൈ.